ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത്? ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് കർക്കിടക മാസമാണ്, നമ്മൾ ദേഹം രക്ഷിക്കേണ്ട കാലമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് മുത്തളിന്റെ ഇല വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. മുത്തളിന്റെ ഇല നമുക്ക് എന്താ പറയാ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അതേപോലെ നമുക്ക് എന്താ പറയാ കുട്ടികൾക്കൊക്കെ ബുദ്ധിശക്തി ഉണ്ടാവാനൊക്കെ നമ്മള് ഈ കൊടങ്ങൽ എന്നൊന്നിന് പേരുണ്ട് കേട്ടോ. നമ്മളെ ഈ മുത്തളിന്റെ ഇല പിന്നെ നീരെടുത്തിട്ട് അത് നെയ്യിൽ ചാലിച്ചിട്ട് കൊടുക്കണതൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെ പല ഔഷധ ഗുണങ്ങളും ഉള്ളതാണ് നമ്മളുടെ ഈ മുത്തള്. അപ്പൊ അത് വെച്ചിട്ട് ഇന്ന് ഞാനൊരു ചമ്മന്തിയാണ് നിങ്ങൾക്ക് ഞാനിന്ന് കാണിക്കണത്. അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കണത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മുത്തള്. ഇനി നമുക്ക് കണ്ടില്ലേ, ഈ മുത്തള് വെച്ച് നമുക്ക് നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കാം. നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ മുത്തള്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കുറച്ച് പറിച്ചെടുക്കാം. നമ്മളിവിടെ മുത്തള് വെച്ചിട്ടാണല്ലോ ചമ്മന്തി ഉണ്ടാക്കണത്. അപ്പൊ ഇതാണ് നമ്മുടെ മുത്തള്, കണ്ടില്ലേ? കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെ പരന്നിട്ടുള്ള ഒരു ഇലയാണ്, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ മുത്തള്. ഇതിന്റെ ഇല മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചമ്മന്തി ഇറക്കിയട്ട. പിന്നെ ഇതിന്റെ അടിഭാഗം നമുക്ക് കുഴിച്ചിടുകയും ചെയ്യാം. ഇതിപ്പോ ഇന്ന് ഞാനില്ല അതേം കൂടിയിട്ട് ശ്രീരാമന്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറിച്ചു കൊണ്ട് വന്നതാണിത്. അപ്പൊ ഇത്രയും ഇത് നമുക്ക് ഇല പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ മുത്തളിന്റെ ഇല, പിന്നെ അതേപോലെ നമുക്ക് വേണ്ടത് നാളികേരം ചിരകിയത് ഞാനൊരു ചെറിയൊരു മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ. ചെറിയ ഉള്ളി ഞാൻ ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ടത് പച്ചമുളക് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളോട്ടെ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. പിന്നെ നമുക്ക് അതൊന്ന് ലാസ്റ്റ് ഒന്ന് വറവിടുമ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുകും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പം തന്നെ നമുക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ നോക്കിയാലോ. ഞാൻ ആദ്യം തന്നെ ഈ പച്ചമുളക് ഉണ്ടല്ലോ, ഈ പച്ചമുളക് നമുക്കവിടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഉപ്പും കൂടി ആദ്യം അങ്ങോട്ട് ഇടാം. പച്ചമുളക് ഞാനിവിടെ അരക്കല് കഴിഞ്ഞു. നമുക്ക് ഏതാണ്ട് ഉള്ളി അല്ല ഇടുന്നത്. ഞാൻ ഉള്ളി ഇട്ടിട്ട് നമുക്കത് അരയ്ക്കാം. വെളുത്തുള്ളി അതിലിടാം അല്ലേ. അത് നല്ലൊരു മണം. ഇഞ്ചിയും കൂടി ഇങ്ങോട്ട് ചതച്ചതിന്റെ ശേഷം നമുക്കിനി നാളികേരൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്ക് ഞാനിത് ഇങ്ങോട്ട് അരച്ചെടുക്കട്ടെ. ഇനി നമുക്ക് കൊടംപുളിയും കൂടി ചേർക്കാം. എന്താ വെച്ചാൽ നമ്മൾ ഇപ്രാവശ്യം അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടാളും പോയിട്ട് കൊടംപുളിയൊക്കെ പറക്കി വന്നില്ലേ, ആ കൊടംപുളി പിന്നെ അതാണ് ഇട്ടത്. പുതിയ കൊടംപുളി ഉണങ്ങിയിട്ട് ഇങ്ങനെ ഒന്നും കൂടി 2-3 ഉണക്കം കൂടി ഉണങ്ങാണ്ട്. അപ്പൊ ആ കൊടംപുളിയാണ് ഞാൻ എടുത്തിരിക്കണത്. അപ്പൊ അതും കൂടി കൂട്ടി അരക്കാം. അപ്പൊ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതലാണല്ലോ, ഒരു പുളിയും കൂടി ആവുമ്പോ. ഇതെന്താ വെച്ചെങ്കിൽ ഇപ്പൊ ഈ മുത്തളിന്റെ ഇല നമുക്ക് കുറച്ച് അധികം എടുക്കുമ്പോ കുറച്ച് കയ്പുണ്ടാവും അല്ലെ, കയ്പ് രസം ഉണ്ടാവും അത്ര. അപ്പൊ അതൊക്കെ ഇല്ലാതെ ആവാനാണ്, നമുക്ക് ദേഹത്തിന് നല്ലതാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കൊടംപുളി അതേപോലെ എരിവും ഒക്കെ കൂടി ആകുമ്പോ അതിനൊരു ഇത് കിട്ടും. അതാണ് കുറച്ച് നാളികേരം നമ്മൾ കൂടുതൽ എടുക്കാൻ കാരണം. അപ്പൊ അതൊക്കെ കൂടി ആകുമ്പോഴാണ് അതിന്റെ ആ ഒരു ഇത് ഇവിടെ മാറി വരുള്ളൂ. അപ്പൊ നമുക്കിനി അല്ല അത് അരക്കിയ അല്ലെ, കൊടംപുളി അരച്ച് നമുക്ക് കറിവേപ്പിലും കൂടെ അവിടെ അരക്കാം കേട്ടോ. കറിവേപ്പിന്റെ നല്ലതാണ് അതേപോലെ തന്നെ. ഇതിപ്പോ എനിക്കില്ല, അതാ പറഞ്ഞു തന്നതാണ് കേട്ടാ. ഞാനിത് ആദ്യമായിട്ട് അരക്കിയാണ് ഇങ്ങനത്തെ ഈ ചമ്മന്തി ഞാൻ ആദ്യമായിട്ട് അരക്കിയാണില്ല, അതാ പറഞ്ഞതല്ല. അത് എല്ലാ കൊല്ലവും ഇങ്ങനെ ചമ്മന്തി അരച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. ഏതാ നല്ല ദേഹമൊക്കെ നോക്കണ കൂട്ടത്തിലാണ്.
മരുന്ന് ഉണ്ടാക്കി കുടിക്കും ഒക്കെ ചെയ്യും. ഞാൻ കുറച്ചൊരു മടിച്ചിയാ, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഉണ്ടാക്കില്ല എന്നല്ല, ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അല്ലാതെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കും. അതെന്താ വെച്ചിട്ടാ എന്റെ അമ്മായിമ്മയും അമ്മാനപ്പനും കർക്കട ആയാലും ഇവിടെ അമ്മള്ളപ്പോഴും അതെ, അമ്മള്ളപ്പോഴൊക്കെ എല്ലാം നല്ല ഉണ്ടാക്കി കഴിക്കും. ഞാനാവുമ്പോ കുറച്ച് കുറവായിട്ടുണ്ട്. ഉലുവയുടെ ഞാൻ ഇതുണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. എന്താ പറയാ, ഉലുവ പിഴിഞ്ഞ് കഴിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇനി നമ്മള് ഇനി ഇതാണ് നമ്മളിടുന്ന മുത്തളിന്റെ ഇലയാണ് നമ്മളിടുന്നത്. ഇതൊക്കെ ഇട്ടതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ നാളികേരം ഇറക്കിയ. എന്താ വെച്ചാൽ നാളികേരം ഒന്ന് ചതയ എത്ര വേണ്ടു. ഇതൊന്നും കൂടി ഇറക്കണം. പണിയൊന്നും കൂടി ഇറക്കാം, ഒന്നിച്ചിട്ടൊരു കൂട്ടി ഇറക്കല്. ഇന്നലെ നമുക്കിനി നാളികേരം ഇടാം. അത് ബാക്കി ആയിക്കോട്ടെ കേട്ടോ. ഇതൊക്കെ ഇനി ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കുക എത്ര വേണ്ടു, അല്ലാതെ അറിയണ്ടാവും. ഒന്ന് ഒതുക്കി എടുക്കുക വേണ്ടു. അങ്ങനെ അങ്ങനെയല്ലോ നാളികേരം ഒതുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞാനിത് മുഴുവൻ അരച്ചിട്ട് കാണിക്കാട്ടോ. നമുക്കിനി ഇത് വാങ്ങുക. അരക്കല് ഇപ്പൊ കഴിഞ്ഞു, ഇനി വാങ്ങാം. അതെ, ഞാനിവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്താ പറഞ്ഞ ഇല്ല. പക്ഷെ നമ്മളെ ഈ നല്ലോണം നാളികേരം ഇട്ടില്ലേ, അതുകൊണ്ടാണ്. നാളികേരം ഇട്ട് നല്ലോണം, അതേപോലെ പുളി നമ്മളിട്ടു, അതുകൊണ്ട് അങ്ങനത്തെ ആ ഒരു ഇതുമില്ല. ഇങ്ങോട്ട് ഒഴിക്കാം അല്ലേ. അപ്പൊ ഞാനിനി ഈ ചമ്മന്തിയിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്നും ഇളക്കി കൊടുക്കാം അല്ലേ. കണ്ടില്ലേ, ഉപ്പൊക്കെ നല്ല പാകാണ്. അങ്ങനെ നമ്മുടെ മുത്തള് വെച്ചിട്ടുള്ള അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. പിന്നെ നമുക്ക് കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള ഇലകളും ഇങ്ങനെ എല്ലാതും ദേഹം രക്ഷിക്കേണ്ട സമയമാണല്ലോ കർക്കിടക മാസം. അതെന്താ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശക്തിയൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ് ഈ കർക്കിടക മാസത്തില്. അപ്പൊ അതാണ് ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ദേഹം രക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഈ മുത്തള് നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണ്, കുട്ടികൾക്ക് ബുദ്ധിശക്തിക്ക് വളരെ നല്ലതാണ്. അതേപോലെ വെളിച്ചെണ്ണ അതിന്റെ വെളിച്ചെണ്ണ ഉണ്ടാക്കും മുത്തളിന്റെ. നമുക്ക് നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പൊള്ളലും ഒക്കെ മറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തീ പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുത്തളിന്റെ ഇല വെച്ചിട്ട് വെളിച്ചെണ്ണ കാച്ചിട്ട് അത് തേച്ച് കൊടുത്താല് വളരെ നല്ലതാണ് അത്ര. ഇവരൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ എന്താ പറയാ, നല്ല സ്കിന്നിന് വളരെ നല്ലതാണ്, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്, അങ്ങനെ എല്ലാറ്റിനും വളരെ നല്ലതാണ്. ഇനി ഞങ്ങൾ അല്ലാതെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു ലേഹ്യം കൂടി ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത് തന്നെ ഒരു ലേഹ്യം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് വളരെ നല്ലതാണ് നമ്മൾ കഴിക്കണത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.